എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതായത് സിനിമ എന്നുള്ള ആസ്പെക്റ്റിലും ഒന്നാമത് തങ്കത്തിൻ്റെ എഴുത്ത് ഭയങ്കര ഇഷ്ടമാണ്. കെട്ടിയോളാണ് മലാക മുതൽ ഭയങ്കര രസമായിട്ട് എഴുതിയിട്ടുണ്ട്. ഈ സിനിമ കഴിഞ്ഞിട്ടേ കുറച്ച് നേരം ഭയങ്കര ഇമോഷണൽ ആയിപ്പോയി. പലരുടെ അഭിപ്രായം ചോദിക്കുമ്പോൾ ഒന്നും ഉണ്ടാകും. ഞാൻ ഇപ്പോൾ ഏറ്റവും ലാസ്റ്റ് എല്ലാവരും തിയേറ്ററിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷമാണ് ഞാൻ ഇറങ്ങുന്നത്. കാരണം ഭയങ്കരമായിട്ട് ഇമോഷണലി ടച്ച് ചെയ്തൊരു സിനിമയായിട്ട് തോന്നി. പിന്നെ ഇങ്ങനെ ഒരു കഥാപാത്രം രണ്ടുപേർക്ക് കിട്ടുക എന്ന് പറയുമായിരുന്നു. ഇങ്ങനെ കഥാപാത്രം കിട്ടുക എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ ഭാഗ്യം. അത് ചെയ്യുന്നതിനേക്കാൾ വലിയ ഭാഗ്യമാണ് ഇത്തരം രണ്ട് ഭയങ്കര ജമ്മായിട്ടുള്ള രണ്ട് കഥാപാത്രങ്ങൾ. അതിലെനിക്ക് എൻ്റെ അടുത്ത കൂട്ടുകാരൻ കോഴ്സ് സുരാജ് ചേട്ടൻ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ആസിഫിൻ്റെ ഒരു കഴിഞ്ഞൊരു ഗ്രാഫ് നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കും. തലവൻ കഴിഞ്ഞ് ലെവൽ ക്രോസ് കഴിഞ്ഞ് ഇത് അങ്ങനെ മൂന്ന് ക്യാരക്ടേഴ്സ് ആണല്ലോ ചെയ്തിരിക്കുന്നത്. ഭയങ്കര വേഴ്സറ്റാലിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. എനിക്ക് ഭയങ്കര സന്തോഷമായി. എനിക്ക് ആസിഫിനെ കണ്ടൊന്ന് കെട്ടിപ്പിടിക്കണം എന്ന് അതിനുമ്പോൾ അവൻ പോയി. ഞാൻ നേരെ അവൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത് എന്തായാലും. കാരണം ഭയങ്കര രസമായിട്ട് തോന്നി. കൊടുങ്ങല്ലൂർ ഭാഷയെ കുറിച്ച് ആസിഫ് ഈ പടം കമ്മിറ്റ് ചെയ്യുമ്പോഴേ എൻ്റെ അടുത്ത് ഇങ്ങനെ ഇവിടെ കൊടുങ്ങല്ലൂർ ഭാഷയാണ്, അതിങ്ങനെ പിടിക്കണം എന്നുള്ള സംഭവം. പക്ഷെ അത് നന്നായിട്ട് ആ ക്യാരക്ടർ അത് ടഫാണ്. നമ്മൾ കൊച്ചി ഭാഷ പറയുന്ന പോലെ അത്രയും കൊച്ചിക്കും തൃശ്ശൂരിനും ഇടയിലുള്ള ഒരു സ്ലാങ് ആണല്ലോ. അത് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്, അസലായിട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ മറ്റൊരു കാര്യം ചോദിച്ചിട്ട്, ഈ വയനാട്ടിൽ ദുരന്തം നടക്കുന്ന സമയത്ത് ആളുകളെ എന്റർടൈൻമെന്റിന് വേണ്ടി ക്ഷണിക്കുന്നതിൽ അതിനെങ്ങനെയാണ് നിങ്ങൾ അഭിമുഖീകരിക്കുന്നത്? അല്ല, അതിന് കഴിഞ്ഞ ദിവസം ഒരു പോസ്റ്റ് ആസിഫും ഇട്ടിരുന്നു, നമ്മളെല്ലാവരും ഇട്ടിരുന്നു. നമുക്ക് മുന്നോട്ട് പോയല്ലേ പറ്റൂ. നമ്മുടെ സ്കൂളുകൾ തുറന്നു, കോളേജ് തുറന്നു, ഗവൺമെന്റ് സ്ഥാപനങ്ങൾ തുറന്നു, പട്ടാളക്കാർ വന്നവർ തിരിച്ചുപോയി. നമുക്ക് മുന്നോട്ട് പോയില്ല. ഇതൊരു ഇൻഡസ്ട്രിയാണ്. നമ്മളപ്പോൾ അതിനുവേണ്ടി എത്ര നാൾ ദുഃഖം ആചരിക്കും അല്ലേ? ഞാൻ ചോദിച്ചോട്ടെ, 2 വർഷം ദുഃഖം ആചരിച്ചാൽ തീരുന്ന സങ്കടമാണോ? അല്ലല്ലോ. മുന്നോട്ട് പോയേ പറ്റുള്ളൂ, അത് ജീവിച്ചേ പറ്റുള്ളൂ. എന്നാലും ഭയങ്കര സന്തോഷം. അഡിയോസ് അമിഗോ എല്ലാവരും തിയേറ്ററിൽ തന്നെ വന്ന് കാണണം എന്നുള്ളതാണ്. ഭയങ്കര രസമായിട്ട് മ്യൂസിക് ചെയ്തിട്ടുണ്ട്. മിനിഞ്ഞാന്ന് ഇറങ്ങിയ പാട്ടുണ്ട്, ഇനിയും കാണാമെന്ന് പറയുന്നത്. എന്ത് രസമായിട്ട് പാട്ടാം. സിനിമ കഴിയുമ്പോഴും നമ്മളത് വല്ലാതെ നമ്മളത് കെയർ ചെയ്യുന്നുണ്ട്, ഹോൾഡ് ചെയ്യുന്നുണ്ട്. ഒരുപാട് സന്തോഷം തോന്നി. തലവൻ 2-നെ കുറിച്ച് നമുക്ക് പറയാം. ഇപ്പൊ ഞാൻ ഭയങ്കര ഇമോഷണൽ ആയിട്ട് നിൽക്കുകയാണ്. ഉണ്ടാവും, തലവൻ 2 ഉണ്ടാവും. കോമ്പോ അതാ ഞാൻ പറഞ്ഞ, ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ കിട്ടുക എന്ന് പറഞ്ഞാൽ അതാണ് ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറഞ്ഞത്. പിന്നെ നഹാസ് ആദ്യമായിട്ട് സംവിധാനം ചെയ്യുന്ന ആളാണ്. അങ്ങനെ തോന്നത്തേ ഇല്ല. ഭയങ്കര രസമായിട്ട് സംവിധാനം ചെയ്തിട്ടുണ്ട്. ജിംഷി നന്നായിട്ട് ക്യാമറ ചെയ്തിട്ടുണ്ട്. ഗോപിയും ജെയ്ക്സും മ്യൂസിക് നന്നായി ചെയ്തിരിക്കുന്നു. തങ്കത്തിൻ്റെ എഴുത്ത്, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ. ഈവൻ ആ ഹീറോയിൻ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. നന്നാവുമ്പോൾ അങ്ങനെയാണ് സിനിമ മൊത്തത്തിൽ നന്നാവും. എല്ലാവർക്കും ഉണ്ടാവും. അതാണ്, കൂടെ നിന്നൊരു സുഹൃത്തുന്നതിൽ ഇപ്പോൾ ഭയങ്കര സന്തോഷമാണ്. ഇപ്പോൾ സന്തോഷിക്കേണ്ട സമയമാണ്. കാരണം നേരത്തെ പറഞ്ഞ പോലെ അത്രയും വേഴ്സറ്റൈൽ ആയിട്ടുള്ള ക്യാരക്ടേഴ്സാണ് ആസിഫ് തിരഞ്ഞെടുക്കുന്നത്, ആസിഫിന് കിട്ടുന്നതും. അത് ഇങ്ങനൊരു ക്യാരക്ടർ, ഈ ക്യാരക്ടർ, ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ കിട്ടുക എന്ന് പറയുന്നതാണ് ചെയ്യുന്നതിനേക്കാൾ വലിയ ഭാഗ്യം. അതെ, ഭയങ്കര വേഴ്സറ്റൈൽ ആയിട്ടുള്ള ലൈനപ്പാണ്. തലവന്റെ OTT റിലീസ് സെപ്റ്റംബറിലായിരിക്കും. വെയിറ്റ് ചെയ്യുന്ന തിയേറ്ററിൽ 65 ഡേയ്സ് ഉണ്ടായിരുന്നല്ലോ. സാധാരണ 30 ദിവസമല്ലേ കിട്ടാറുള്ളൂ. നമുക്ക് 65 ദിവസം കിട്ടി, തിയേറ്റർ റൺ കിട്ടി. അപ്പോൾ അതുകൊണ്ട് അവരും നമുക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്തതാണ്. ഇല്ല, സെയിൽ ചെയ്തിട്ടില്ല. ഇല്ല, റിലീസ് കഴിഞ്ഞിട്ടാണ് സെയിൽ ചെയ്തത്. പഴയ കാലഘട്ടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സാധാരണ ഒരു ഫിലിം ഇറങ്ങിയിട്ട് 30 ദിവസത്തിനുള്ളിൽ OTT വരുന്ന പ്രക്രിയയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിന് വളരെ വ്യത്യസ്തമായി എല്ലാ സിനിമയും അങ്ങനെ അല്ല കേട്ടോ. അതിപ്പോൾ നമുക്ക് ഓരോരുത്തരുടെ ഒരു ക്യൂ അനുസരിച്ച് അവർ പറയുന്ന ഡേറ്റ് ആണ്. നമുക്കിപ്പോൾ അഡിയോസ് അമിഗോനെ കുറിച്ച് പറയാം. കാരണം ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ട് നിൽക്കുകയാണ് ഈ പടം കണ്ടിട്ടില്ല. നോവല് അസൽ പടം. എല്ലാവരും തിയേറ്ററിൽ ഒന്ന് കാണും. വെറുതെ പറയുന്നല്ല കേട്ടോ, ഗ്യാരണ്ടി പടമാണ്. സ്ക്രിപ്റ്റിന് ഡിസ്കഷൻ നടക്കുന്നേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു.